ഇത് ഒരു പീസിന് ഇവിടെ പൊരിച്ചതിന് എത്രയാണ്? ഇതൊക്കെ ഒരു പീസ് 80 രൂപ വാങ്ങി. 80 രൂപ. മീനിന്റെ വില കൂടുന്നതനുസരിച്ച് ചേട്ടന്റെ കടയിൽ ഇതിന്റെ പൊരിച്ചതിന്റെയും പച്ചതിന്റെ എല്ലാം വില കൂടും. വില കൂട്ടും. മീൻ വില കുറവാണെങ്കിൽ വില കുറച്ച് കൊടുക്കും. വില കുറച്ചും കൊടുക്കും. ഇപ്പൊ നമ്മുടെ വ്ളാത്തി മീനിന്റെ തല കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിനെ അതിന്റെ വാല് കട്ട് ചെയ്യുന്നുണ്ട്. വാലും കട്ട് ചെയ്ത് ഇവനെ നമ്മൾ പൊരിക്കാൻ വേണ്ടി കയറ്റുകയാണ്. അപ്പൊ ചേട്ടാ, നമ്മുടെ വ്ളാത്തി മീന് പൊരിക്കാൻ വേണ്ടി എന്താണ് അതിന്റെ കൂട്ട്? ഇപ്പൊ ഇതിനകത്ത് മുളക് പൊടി ഉണ്ട്, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, കറിവേപ്പില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും സാധനം കൂട്ടി ഇത്രയും സാധനം ചേർത്താണ് ഇതിന്റെ ചേരുവ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇനി അത് അതിലേക്ക് മിക്സ് ചെയ്യണം. മീനിലേക്ക് വ്ളാത്തി മീനിന്റെ പുറത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടി എടുത്താൽ മതി. എന്നിട്ട് എത്ര നേരം വെച്ചേക്കണം? ഈ വെച്ചേക്കണമെന്നൊന്നുമില്ല. ഇല്ല, അത് നമുക്ക് അപ്പൊ തന്നെ പൊരിക്കാം. വളരെ എളുപ്പമുള്ളതാണ്. തല മാത്രം വെട്ടിക്കളഞ്ഞു, പിന്നെ വാലിന്റെ ഒരറ്റം വെട്ടിക്കളഞ്ഞു, കുറച്ച് സൈഡ് ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. എന്നിട്ട് വ്ളാത്തി മീനിനെ നമ്മൾ പൊരിക്കാൻ വേണ്ടി കൊണ്ടുപോകാം. നമുക്ക് നേരെ അടുപ്പിലേക്ക് പോയി വ്ളാത്തി മീനിനെ പൊരിച്ചെടുക്കാം. വ്ളാത്തി മീൻ നമ്മൾ പൊരിക്കാൻ വേണ്ടി റെഡിയായി. നമുക്കിനി എണ്ണ നേരത്തെ ഇവിടെ വച്ചിരുന്നു. എണ്ണ ഒന്ന് ചെറു ചൂടായിട്ട് വന്നു, ഒരു വിധം ചൂടായിട്ട് വന്നപ്പോൾ നമുക്കിനി അതിലേക്ക് ഇടാം അല്ലേ? ഓക്കെ. ഒരു 10-15 മിനിറ്റ് സമയം കൊണ്ട് ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. വളരെ എളുപ്പമാണ്. സാധാരണ വീട്ടിൽ നമ്മൾ മീൻ പൊരിക്കുന്ന പോലെ തന്നെ വ്ളാത്തി മീനെ നമ്മൾ കഴുകി വൃത്തിയാക്കി അതിന്റെ തല കളഞ്ഞ് സൈഡിലെ വാലും കളഞ്ഞ് വൃത്തിയാക്കിയ ശേഷം മുളകും മഞ്ഞപ്പൊടിയും എല്ലാം ഇട്ട് റെഡിയാക്കി ഇപ്പൊ വ്ളാത്തി മീന് അകത്ത് കിടപ്പുണ്ട്. എണ്ണയിലിട്ട് നമ്മൾ പൊരിച്ചെടുക്കുന്നു. 10-15 മിനിറ്റ് 10-15 മിനിറ്റ് എടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇത് റെഡിയാകും. അപ്പോൾ ഒരു കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. മീൻ നമുക്ക് മറിച്ചിടാനുള്ള സമയം. വ്ളാത്തി മീൻ നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് അത് മൂത്ത് പരുവമായി എടുക്കാൻ വേണ്ടി. അപ്പൊ ചേട്ടാ, നമുക്ക് അത് എടുക്കാം. ഇനി ഇതെല്ലാം കറി വെച്ച് നമ്മൾ കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പിറകിലാണ് ചന്ദ്രപിള്ള ചേട്ടന്റെ കട. മരിച്ചീനി, പ്ലാത്തി പൊരിച്ചത്, അതുപോലെ തന്നെ കക്ക തോരൻ, കണ്ടല്ലോ തലക്കറിയാണ്. ഇതിനെ ഈ താരത്തിലെല്ലാം എടുത്തുകൊണ്ട് പോകുന്ന പോലെ വേണം നമുക്കിനി കഴിക്കാൻ. അതുപോലെയാണ് ഇന്ന് ഇവിടെ വന്നപ്പോ ഒരുപാട് ഐറ്റംസ്, പ്ലാത്തി പൊരിച്ചത്, തല കറി വെച്ചത്, ഒപ്പം മരിച്ചീനിയും മീനുമായിട്ടുള്ള തലയെല്ലാം കഴിക്കേണ്ട ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതെല്ലാം കൂടി കാണുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട്, ഈ ആഴ്ച എങ്ങാനും കഴിച്ച് തീരുമെന്നുള്ളത്. എന്തായാലും ഇതിന്റെ ഭാഗത്ത് ചേട്ടാ, ഇതില് ഏത് എല്ലാ ഭാഗവും കഴിക്കാൻ പറ്റുമോ? തലയില് സൂപ്പർ ടേസ്റ്റ് ആണ്. കാരണം തലയുടെ ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ കഷ്ണങ്ങൾ കഴിക്കുന്ന പോലെ തന്നെയാണ്. ഞാൻ ടോട്ടലി കൺഫ്യൂഷനാണ് ഏത് കഴിക്കണം. കക്ക തോരനുണ്ട്. എല്ലാ ടേസ്റ്റും ഇവിടെ നിറഞ്ഞിരിക്കുമ്പോൾ തന്നെ ഈ ആഹാരം, നല്ല ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും. അതുപോലെ തന്നെയാണ് ഇവിടെ ഇരുന്ന് ഈ ആഹാരങ്ങളെല്ലാം കഴിച്ചു തീർക്കേണ്ടതുകൊണ്ട് അടുത്ത ആഴ്ച മറ്റൊരു വിഭവമായി എത്തും. ഒപ്പം ഈ സ്വാതേറിയ വിഭവങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുന്ന നമ്മുടെ സ്വന്തം ചന്ദ്രപിള്ള ചേട്ടന് 1000 നന്ദി. നിങ്ങളുടെ ഇടയിലും ഇതുപോലെ വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എന്തായാലും ഞങ്ങളെ എഴുതി അറിയിക്കണം. ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട വിലാസം എന്ന് പറയുന്നത് ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, സൂര്യ TV, PB നമ്പർ 2266, ശാസ്തമംഗലം, തിരുവനന്തപുരം 10. എന്തായാലും എല്ലാവരും ചന്ദ്രപിള്ള ചേട്ടൻ, കടയ്ക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. തിരുമുല്ലവാരത്ത് വന്ന് മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പിറകിലുള്ള ചന്ദ്രജയന്റെ കടയിൽ വന്ന് ചേട്ടനോടൊപ്പം ഇവിടെ വന്ന് ആഹാരം കഴിച്ചാൽ മാത്രമേ എന്റെ സ്വാദ് മനസ്സിലാവൂ. എന്തായാലും ഞാൻ എന്റെ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കാം. അടുത്ത ആഴ്ച പുതിയ വിശേഷങ്ങളും പുതിയ സ്വാദുമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.